കൊല്ലം കുളത്തൂർ പുഴയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂർ പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പുനലൂർ DFO അറിയിച്ചു. ബഷീറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് വനം വകുപ്പിൽ ജോലി നൽകണമെന്ന ആവശ്യം ഉന്നതതലത്തിൽ ചർച്ച ചെയ്യുമെന്നും DFO വ്യക്തമാക്കി. മനോജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനോജ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? പറയും. ഗൗതം, ഇന്ന് പുലർച്ചെയാണ് കുളത്തൂപ്പുഴ ടൗണിലേക്ക് ഇറങ്ങവേ ഈ 68-കാരനായ ബഷീറിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. അവിടെ വച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നു. കാരണം നിരന്തരമായി ഇത്തരത്തിൽ വന്യമൃഗ ശല്യം പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ മൃതദേഹം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ജനപ്രതിനിധികളടക്കം അവിടേക്ക് എത്തി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആവശ്യപ്പെട്ടു. 68-കാരനായ ബഷീറിൻ്റെ മരണം വൈകാരികമായി തന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചു. പിന്നീട് അവിടെ DFO നേരിട്ടെത്തുകയായിരുന്നു. DFO എത്തിയ ശേഷം ഈ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ബഷീറിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ ആവശ്യങ്ങൾ കേട്ടു എന്നതാണ്. ഇതിൽ 10 ലക്ഷം രൂപ ഈ ബഷീറിൻ്റെ കുടുംബത്തിന് നൽകുമെന്നാണ് പുനലൂർ DFO അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 5 ലക്ഷം രൂപ അടിയന്തരമായി ആദ്യം തന്നെ നൽകും. ബാക്കി തുക പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകുമെന്നാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും 4 ലക്ഷം രൂപ ലഭ്യമാക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബഷീറിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പിൽ ജോലി ആവശ്യം ഉയർന്നിരുന്നു. അത്തരത്തിൽ ജോലി നൽകണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികളടക്കം ഉന്നയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഇത്തരത്തിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണം നിരന്തരമായി ഉണ്ട് എന്നുള്ളത് കാര്യം അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും കാട്ടുപോത്തിനെ കണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിയെ ആക്രമിച്ച സംഭവം ഇതേ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നതിന് കാരണം ഈ മരണവിവരം അറിഞ്ഞിട്ട് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്താൻ വൈകി എന്നുള്ളതാണ്. അത്തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ആ റോഡിൽ വെച്ച് തന്നെ ഉയർന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഏറെ നേരം തർക്കത്തിലേർപ്പെട്ടു. എന്തായാലും നിലവിലിപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത്. ബഷീർ ആണ് മരണപ്പെട്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.